എവിടെ അയച്ചിരിക്കുന്നു? എല്ലാവർക്കും ഇരിക്കാൻ പറ്റത്തില്ല. പറ്റും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഡാൻസ് കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഉത്സവത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഉറപ്പായിട്ട് വീഡിയോ എടുത്തിടുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴും ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ തോട്ടത്തിൻ്റെ അവിടെ ഉള്ള വീട്ടിൽ ടെറസിൻ്റെ മണ്ടയിലാണ്. ഇവിടെ നമ്മൾ പ്രാക്ടീസാണ്, ഡാൻസ് പ്രാക്ടീസാണ്. രാവിലെ തുടങ്ങിയതാണ്, വേർത്ത് വിളിച്ച് വെള്ളം അടിക്കുന്നത്. മൊത്തം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ പ്രാക്ടീസ് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ ചില്ലടിച്ച് പ്രാക്ടീസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പിന്നെ നന്ദൂട്ടനെ നിങ്ങൾ ചോദിക്കുന്നത് താഴെ നിപ്പുണ്ട് വെയിലത്ത്, കണ്ടോ നന്ദേ? വെയിലത്തിൽ നിന്ന് ഇങ്ങോട്ട് പോ. അത് നന്ദൂട്ടൻ്റെ കിച്ചണാണ് കേട്ടോ താഴെ. അപ്പോൾ എന്തായാലും വച്ച് ലാഗാക്കുന്നില്ല, വീട്ടിലോട്ട് പോകും. നമ്മൾ വീട്ടിൽ നിന്ന് അശ്വതിയുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. വന്നത് ചീനി പറിക്കാം. അശ്വതി ചീനിയൊക്കെ നട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് ചീനി പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കുളിച്ചിട്ട് വെയിൽ കൊണ്ടുതന്നെ മിക്കവാറും തലവേന ഒരുപടി. ഇതോടാ പട്ടിയുടെ കടിയൊക്കെ മിക്കവാറും ഞാൻ കൊള്ളു. നനച്ച് പിഴാനുള്ള പരിപാടിയിലാണ് ഞാൻ. ചീനി എന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ പഠിച്ചത്. ഞങ്ങളവിടെ പറയുന്ന മരച്ചിനി എന്നാ. മരച്ചീനി എന്നാ ഞങ്ങളവിടെ പറയുന്നത്. നിങ്ങളുടെ ഇവിടെ ചീനി എന്താ, ചീനി സ്പോൺസർ ചെയ്യുന്ന ആളാണ് കേട്ടോ. നിങ്ങളിത് കണ്ടോ? ഇവിടെ നമുക്ക് ഇനിയും കാണേണ്ടി വരും ഈ മുഖം. ഇവിടെ എല്ലാവരും ഓർത്ത് വെച്ചോ. എന്തായാലും നീ ചീനി നട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ. ഒത്തിരി നനയാണോ ഇവിടെ? അല്ലാതെ മറ്റേ നമ്മട്ടിയിട്ട് വെട്ടി വലിച്ചെടുത്താൽ പോരെ? ഇവിടെ വെള്ളം കുറവാന്നോ? അപ്പം നീ ഇതിപ്പോൾ എവിടെ നിന്നാ ഈ വെള്ളം എടുക്കുന്നേ? കുടിക്കാൻ ഭയങ്കര വെയിലാണ്. ഏറ്റവും കൂടുതൽ വെയിലുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ പിള്ളേർ. എന്താളിഞ്ഞ് പുഴത്തിരിക്കുക. കണ്ടോ ഇത്രയും ചീനി കിട്ടി കേട്ടോ. ആ കൊച്ചിൻ്റെ ചീനി ഞാൻ എന്തോന്നടി കാന്താരി മുളക് ഇനി പറിക്കാൻ പോണ്ടേ? അപ്പം നമുക്കത് വേറെ ആരെങ്കിലും കണ്ടെത്തിന്ന് പറിക്കാം. പോടാ പടാ പടാ ബപ്പുവ. അവൾ ചീനി വെച്ച് പിന്നെ തേച്ച് ചെളിയാക്കി, പിന്നെ വണ്ടിയിൽ മൊത്തം ചെളിയാക്കി നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് പോവുക ചീനിയും കൊണ്ട്. നമ്മുടെ കനകാട്ടം ടീംസ് എല്ലാം മുകളിൽ. എടാ നന്ദ, നീ എവിടെ ആയിരുന്നടേ? അവള് മൈൻഡെല്ലാം ചെയ്യുന്നില്ല. പിള്ളേർ എൻ്റെ വിരട്ടയായ പരട്ട. പിന്നെ നമ്മളെല്ലാവരും ചീനിയൊക്കെ ചുട്ട് നിന്ന് കൈ പിടിക്കാൻ പറയണം കേട്ടോ. ഇവിടെ മോട്ടറൊക്കെ നിറഞ്ഞ് നോക്ക്. റമ്മാന്നോ അമ്മയെ കലക്കി വെച്ചേക്കുന്നത്? തരത്തില്ല നിനക്ക്. പിടിയടി പിന്നെ കൊടുക്കാം. എവിടെ അയച്ചിരിക്കുന്നു? എല്ലാവർക്കും ഇരിക്കാൻ പറ്റത്തില്ല. പറ്റും. ശിവാനി ഇളകി പുളിഞ്ചൊക്കെയാണ് കേട്ടോ. എന്റെ കർത്തവ്യം കൃതജ്ഞതയാണ് ഗൈസ്. അപ്പം മെയിൻ നമ്മുടെ ആളിതാ സ്വാതിയാണ് വരുന്നത്. തിന്നുന്നുണ്ടോ? സ്വാതി വീട്ടിൽ നിന്ന് ഉള്ളി വിളിച്ചോണ്ട് വന്ന് മുളക്, പിന്നെ ഈ വാഴയില സ്പോൺസർ. രണ്ടാമത്തത് അമ്മയ്ക്കാണ്. അമ്മയെല്ലാം വച്ചത് അച്ചാറൊക്കെ വെച്ച് സെറ്റപ്പാക്കി തന്ന് ചീനി തന്ന് സഹായിച്ച. എടി ഒരു തൊഴുതേ മതി. കൈയടിക്ക് പിള്ളേരെ. സ്പോൺസർ ചീനി സ്പോൺസർ. ചീനി പൊളിച്ച് നമ്മൾ വിട്ടുപോയി ഗൈസ്. സോറി നമ്മൾ വിട്ടുപോയി. ഇങ്ങനെ ഒരു കലാകാരി നമ്മൾ വിട്ടുപോയിരിക്കുന്നു. ചീനി
പൊളിച്ചു തന്ന ആളാണ്. പിന്നെ അവള് പാത്രം കഴിഞ്ഞ സ്ക്രബ്ബറൊക്കെ ഇട്ടാണ് ചീനി തേച്ചരച്ച് കഴിയുന്നത് നമ്മൾ അറിഞ്ഞത് കേട്ടോ. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മള് കണ്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് തന്നെയാണ് കണ്ടോ. എൻ്റെ ഒരു കൊച്ചിന് മാത്രമുണ്ട് ആത്മാർത്ഥത. ക്യാമറ ഉണ്ടപ്പോൾ അവളെങ്കിലും തന്നു. അപ്പോൾ ഗൈസ് എല്ലാവരും വൈ പഠിച്ച് തിന്ന് നൈസായിരുന്നു കേട്ടോ. ഇനി വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലോട്ട് വന്നു കേട്ടോ. എല്ലാം മരിച്ചിനിയൊക്കെ തിന്ന് ചീനിയൊക്കെ തിന്ന് വയറ് നിറഞ്ഞ് ഓരോടത്തിരിക്കുക. അതാ വരുന്നത് എൻ്റെ എടുത്തോ. അങ്ങനെ എല്ലാം വയറ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കളിക്കാൻ വയ്യ, പക്ഷെ നമ്മൾ കളിക്കാൻ പോവുകയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. നന്ദൂട്ടൻ മൊത്തം ഓടിക്കളിയും ബഹളമൊക്കെ ആയിരുന്നു. നന്ദൂട്ടനെ കുളിപ്പിച്ച് സെറ്റായി ഫുഡൊക്കെ കൊടുത്ത് അവളും കിടന്ന് ഉറങ്ങുവാണ്. പിന്നെ ഇത് കുറച്ച് തേനാട്ടോ അച്ഛൻ കവറിനകത്ത് കൊണ്ടുവന്ന് തന്നത്, കാട്ടിലെ തേൻ. അന്നേരം ഞാനിങ്ങനെ ടേസ്റ്റ്. ഇനി വീണ്ടും കുളിച്ച് വിളക്കൊക്കെ കത്തിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്തായാലും കഴിഞ്ഞു. ഡാൻസ് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അതെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.